എല്ലാ ടീച്ചേഴ്സിനെയും നമ്മളെ പുതിയൊരു സെഷനിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സെഷനായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ അങ്കണവാടികളിലൂടെ നമ്മളെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണ മെനു പരിഷ്കരിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. ആയത് പ്രകാരമായിരിക്കും ഇനി മുതൽ നമ്മളെല്ലാവരും തന്നെ ഉച്ചഭക്ഷണമായിട്ട് അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണമായിട്ട് ഈ നമ്മളെ കുട്ടികൾക്ക് വിളമ്പാൻ പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നും അതും പോർഷൻ ട്രാക്കറിൽ എങ്ങനെയാണ് ഇതൊക്കെ മാർക്ക് ചെയ്യുക എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷനാണ്. കൃത്യമായി നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. ഒപ്പം തന്നെ പുതിയ ഭക്ഷണ മെനു പരിചയപ്പെടുത്തുന്ന ഒരു സെഷനും കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അങ്കണവാടിയിലൂടെ നമ്മൾ വിളമ്പുന്നത്. അതിൽ പ്രാതലായിട്ടും ഉച്ചഭക്ഷണമായിട്ടും പൊതുഭക്ഷണമായിട്ടും 3 തരത്തിലാണ് ഈ ഭക്ഷണ മെനു സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പോർഷൻ ട്രാക്കറിലൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളത് ടീച്ചർക്ക് ഒരു സംശയമുണ്ടാവും. അതായത് പ്രാതൽ എന്ന് പറയുന്നത് നമ്മൾ മോർണിംഗ് സ്നാക്സ് ആയിട്ട് പോർഷൻ ട്രാക്കറിലേക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഉച്ചഭക്ഷണം എന്നുള്ളത് HCM ആയിട്ട് ഉൾപ്പെടുത്തണം, അതായത് ഹോട്ട് കുക്ക്ഡ് മീൽ. അപ്പോൾ പൊതുഭക്ഷണമോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉച്ചഭക്ഷണവും പൊതുഭക്ഷണവും HCMന്റെ കീഴിലാണ് വരുന്നത്. അതായത് ഹോട്ട് കുക്ക്ഡ് മീൽ എന്ന് പറഞ്ഞാൽ ചൂടാക്കിയ വേവിച്ച ഭക്ഷണത്തിനെയാണ് HCM അഥവാ ഹോട്ട് കുക്ക്ഡ് മീൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉച്ചഭക്ഷണവും പൊതുഭക്ഷണവും ഈ HCMൽ വരും. അത് ഒരു തവണ മാത്രം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ അതിലേക്ക് ഉൾപ്പെടും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി രണ്ടാമത്, ഇനി ഏതൊക്കെയാണ് പരിഷ്കരിച്ച ഭക്ഷണ മെനു എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. തിങ്കളാഴ്ച ദിവസം നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാതൽ ഭക്ഷണം എന്ന് പറയുന്നത്, അതായത് രാവിലത്തെ ഭക്ഷണം അല്ലെങ്കിൽ മോർണിംഗ് സ്നാക്സ് എന്ന് പറയുന്നത് പാല്, പിടി, കുഴക്കട്ട, ഇലയടയാണ്. ഉച്ചഭക്ഷണമായി കൊടുക്കുന്നതോ ചോറ്, ചെറുപയർ കറി, ഇലക്കറി, ഉപ്പേരി, തോരൻ. എന്നാൽ പൊതുഭക്ഷണമായി കൊടുക്കുന്നത് ധാന്യം, പരിപ്പ്, പായസം. ഇതൊക്കെയാണ് നമ്മൾ ഉച്ചഭക്ഷണവും പൊതുഭക്ഷണമായി കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്ത് കഴിയുന്ന സമയം നമ്മൾ പോർഷൻ ട്രാക്കറിനകത്ത് നിർബന്ധമായിട്ടും ആ കുട്ടിയുടെ മോർണിംഗ് സ്നാക്സും HCM മാർക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഈ കൊടുക്കുന്ന സമയം മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ ഇത് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇതിനകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ചൊവ്വാഴ്ച ദിവസത്തെ മെനു നോക്കുക. രാവിലെ പ്രഭാത ഭക്ഷണത്തിൽ കൊടുക്കുന്നത്, അതായത് പ്രാതലായി കൊടുക്കുന്നത് ന്യൂട്രി ലഡു. ഉച്ചയ്ക്ക് മുട്ട ബിരിയാണി നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള പരിഷ്കരിച്ച് വന്നിട്ടുള്ള നമ്മളെ ഭക്ഷണ മെനുവിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് മുട്ട ബിരിയാണിയാണ്. പിന്നെ മുട്ട പുലാവ് അല്ലെങ്കിൽ ഫ്രൂട്ട് കപ്പ്, ഇതിലേതെങ്കിലും ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ വൈകുന്നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ പൊതുഭക്ഷണം എന്ന് പറയുന്നത് റാഗി അടയാണ്. ഇതാണ് ചൊവ്വാഴ്ച. ഇനി ബുധനാഴ്ചത്തെ മെനു നോക്കുക. അതിൽ പാൽപ്പിടി, കൊഴക്കട്ട, അതേപോലെ തന്നെ ഇലയട, കടലമിഠായി. ഇതാണ് നമ്മൾ പ്രാതലായി കൊടുക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് പയർക്കഞ്ഞി, വെജ് കിഴങ്ങ്, കൂട്ടുകറി, സോയ, കടല, ഡ്രൈ ഫ്രൈ. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ഈ HCM ആയിട്ട് നമ്മൾ ബുധനാഴ്ച ദിവസം കുട്ടികൾക്ക് കൊടുക്കുന്നത്. വൈകുന്നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ പൊതുഭക്ഷണം എന്ന് പറയുന്നത് ഇഡ്ഡലി, സാമ്പാർ, പുട്ട്, ഗ്രീൻ പീസ് കറി. ഇത് നമ്മൾ ഒരു പൊതുഭക്ഷണമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. വ്യാഴാഴ്ചത്തെ മെനു നോക്കുക. രാവിലെ പ്രാതലിന് കൊടുക്കുന്നത് റാഗി അരി, അട, ഇലയപ്പം. ഉച്ചയ്ക്ക് ചോറ്, മുളപ്പിച്ച ചെറുപയർ, ചീരത്തോരൻ, സാമ്പാർ, മുട്ട ഓംലേറ്റ്. ഇതിലേതെങ്കിലും ആയിരിക്കും നമ്മൾ HCM ആയിട്ട് അല്ലെങ്കിൽ ഉച്ചഭക്ഷണമായിട്ട് കൊടുക്കുക. പൊതുഭക്ഷണമായിട്ട് വ്യാഴാഴ്ച ദിവസം കൊടുക്കുന്നത് അവലോ ശർക്കരയോ അല്ലെങ്കിൽ പഴം മിക്സോ ആയിരിക്കും. ഇനി വെള്ളിയാഴ്ചത്തെ മെനു നോക്കുക. രാവിലെ പ്രാതലിന് കൊടുക്കുന്നത് പാല്, കുഴക്കട്ട. ഉച്ചയ്ക്ക് കൊടുക്കുന്നത് ചോറ്, ചെറുപയർ കറി, അവിയൽ, അതുപോലെ ഇലക്കറി തോരൻ. ഇതൊക്കെയാണ് ഉച്ചഭക്ഷണമായിട്ട് നമ്മൾ പ്രീ സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഐറ്റം എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് പൊതുഭക്ഷണമായി കൊടുക്കുന്നത് ഗോതമ്പ് നുറുക്ക് പുലാവ്. ഇനി ശനിയാഴ്ച ദിവസം, അതായത് വാരാന്ത്യത്തിലെ ദിവസം കൊടുക്കുന്ന പ്രാതൽ എന്ന് പറയുന്നത് ന്യൂട്രി ലഡു ആണ്. ന്യൂട്രി ലഡു കൊടുത്തതിന് ശേഷം നമ്മളിതൊക്കെ പോർഷൻ ട്രാക്കറിലേക്ക് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഉച്ചഭക്ഷണം കൊടുക്കുന്നത് വെജിറ്റബിൾ പുലാവ്, മുട്ട റൈത്ത്. പിന്നെ പൊതുഭക്ഷണം കൊടുക്കുന്നത് ധാന്യ പായസമായിരിക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് അംഗൻവാടിയിലൂടെ പരിഷ്കരിച്ച് വന്ന ഭക്ഷണ മെനു എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ടീച്ചേഴ്സിന് കൃത്യമായിട്ട് ഒഫീഷ്യലി നിങ്ങൾക്കൊക്കെ അത് അറിയിപ്പ് കിട്ടും. അതിനുശേഷമായിരിക്കും ഇതെല്ലാം അംഗൻവാടികളിലൂടെയൊക്കെ നടപ്പിലാക്കി വരുന്നത്. അങ്ങനെ എല്ലാം കൂടെ ആകെ ഒരു ദിവസം ഒരു കുട്ടിക്ക് കിട്ടുന്ന പോഷക മൂല്യം എന്ന് പറയുന്നത്, ഊർജ്ജമായി കിട്ടുന്നത് 725.39 കിലോ കലോറിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പോഷകാഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഭക്ഷണമെനുവിലൊക്കെ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഇതൊക്കെ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും യഥാസമയം കുട്ടികളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെങ്കിൽ നമ്മൾ പോർഷൻ ട്രാക്കറിനകത്തേക്ക് ഇതൊക്കെ കൃത്യമായി എൻട്രികൾ വരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ മോർണിംഗ് സ്നാക്സും അറ്റൻഡൻസ് രേഖപ്പെടുത്തിയ ഉടനെ കുട്ടികൾക്ക്
പ്രാതൽ കൊടുത്ത സമയം അത് മാർക്ക് ചെയ്യുക, HCM മാർക്ക് ചെയ്യുക. ഇതൊന്നും വിട്ടു പോവാതെ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തണം. അതിന് മുന്നോടിയായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഗ്രാമിലോട്ടായിരിക്കും നമുക്ക് അംഗൻവാടിയിലേക്ക് ഇൻഡൻറ്റ് പ്രകാരം എത്തിച്ചു തരിക. ആ സാഹചര്യത്തിൽ സ്റ്റോക്ക് രജിസ്റ്റർ എടുത്തുകൊണ്ട് ഇതെല്ലാം കൃത്യമായി നിങ്ങൾ ടോട്ടൽ ഗ്രാമിലേക്ക് മാർക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. എപ്പോഴാണോ ഇൻഡൻറ്റ് പ്രകാരം നിങ്ങൾ അംഗൻവാടിയിൽ ഈ സാധനങ്ങളൊക്കെ എത്തുന്നത് അന്ന് കൃത്യമായി സ്റ്റോക്ക് രജിസ്റ്ററിൽ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. ഈ രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ അംഗൻവാടിയിലൂടെ ഡെയിലി ട്രാക്കിങ്ങിലാണ് ഈ കുട്ടികൾക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ആയിട്ട് എന്ന് പറയാം. അതായത് വിനിയോഗിച്ച കാര്യങ്ങൾ ഇത്ര ഗ്രാം കൊടുത്തു എന്ന് നമ്മൾ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോഷൻ ട്രാക്കറിലേക്ക് കൂടി ഇതെല്ലാം മാർക്ക് ചെയ്ത് വരണം. അതായത് മോർണിംഗ് സ്നാക്സ് കൊടുത്തത് മാർക്ക് ചെയ്യുക, ഉച്ചഭക്ഷണം കൊടുത്തത് മാർക്ക് ചെയ്യാതെ HCM കൊടുത്തത് നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ സ്റ്റോക്ക് രജിസ്റ്ററിൽ നിന്ന് നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത ഈ ഗ്രാമുകളൊക്കെ കുറഞ്ഞു വരുള്ളൂ. അങ്ങനെ മാസ അവസാനം നിങ്ങൾക്ക് ഒരു മാസത്തെ ഇൻഡൻ്റാണ് തന്നതെങ്കിൽ മാസ അവസാനം അവിടെ സ്റ്റോക്ക് രജിസ്റ്ററിൽ 0 എന്നുള്ള രൂപത്തിലേക്ക് ഇത് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ സ്റ്റോക്ക് രജിസ്റ്ററിലും നിങ്ങൾ കൊടുത്ത വിതരണം ചെയ്തിട്ടുള്ള ഈ പറയുന്ന ഡെയിലി ട്രാക്കിങ്ങിൽ HCM, THR, സ്റ്റോക്ക്, SNP കൊടുത്തതൊക്കെ ഈക്വലായി വരണം, ടാലിയായിട്ട് വരണം. ഇത് ഒരുമിച്ച് 0 ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇത്രയും 10 കുട്ടികളാണെങ്കിൽ 10 കുട്ടികൾക്ക് വേണ്ടി സ്റ്റോക്ക് ഇറക്കി 10 കുട്ടികളുടെയും ഒരു മാസത്തിനുള്ളിൽ ഈ പറയുന്ന HCMലൂടെ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ കൈവശം 0 ആയിരിക്കും. അതായത് കൈവശം ഒരു ഭക്ഷണ പദാർത്ഥങ്ങളും അംഗൻവാടിയിൽ ഉണ്ടാവില്ല എന്ന് കൃത്യമായി പോഷൻ ട്രാക്കറിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് പരിശോധിച്ചാൽ കഴിയും. എന്നാലും ഒരു കാരണവശാലും അങ്ങനെ 0 എന്നുള്ള ലെവലിലേക്ക് വരാൻ സാധ്യതയില്ല. കാരണം പല സമയങ്ങളിൽ പല കുട്ടികളെ ആബ്സെൻ്റ് ആകുന്ന സാഹചര്യം ഉണ്ട്. അന്നൊന്നും നമുക്ക് HCM ഈ കുട്ടി കൊടുക്കുന്ന ഗ്രാം അവിടെ കുറഞ്ഞു വരും. അത് നമുക്കവിടെ ബാക്ക് സ്റ്റോക്കായിട്ട് കാണുകയും ചെയ്യും. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനോ വേണ്ടിയിട്ടൊക്കെയാണ് പോഷൻ ട്രാക്കറിലൂടെ ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി നിങ്ങൾ സ്വീകരിച്ച അളവും നിങ്ങൾ കൊടുത്ത അളവും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കുട്ടികളിലേക്ക് കൊടുത്താലും ഭക്ഷണങ്ങൾ കൊടുത്ത് അവരുടെ വയറ് നിറച്ചാലും ഇതെല്ലാം പോഷൻ ട്രാക്കറിൽ കൂടി രേഖപ്പെടുത്തണം. എന്നാൽ മാത്രമാണ് നമ്മൾ അംഗനവാടിയിലെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി പൂർത്തീകരിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. താങ്ക്